മോനെ, നീ അച്ഛനെ ഒന്ന് മനസ്സിലാക്ക്. ഒന്ന് അനുസരിക്ക്. നീ മനസ്സു പതറാതെ ക്ഷമിച്ചു നിൽക്ക്. കാര്യങ്ങൾ എനിക്ക് വിടുക, ഒക്കെ ഞാൻ നോക്കിക്കോളാം. കരയാതടാ. കരയാതെ. അച്ഛനെ കൂടി സങ്കടപ്പെടുത്തല്ലേടാ. നന്ദമോനെ കാണുമ്പോ നെഞ്ചു പൊടിഞ്ഞു പോവുക. ഭ്രാന്തന്മാരെ പോലത്തെ പ്രകൃതം. ഒരു ബന്ധങ്ങളില്ലാത്ത തരത്തിൽ എന്തൊക്കെയോ പറയുന്നു, ഇറങ്ങിപ്പോവാൻ തുടങ്ങുന്നു, ദേഷ്യം കാണിക്കുന്നു, സങ്കടപ്പെടുന്നു. എനിക്കറിയില്ല എന്തൊക്കെയാ വന്ന് ചേരാൻ പോകുന്നതെന്ന്. നന്ദന്റെ സ്ഥാനത്ത് ആരാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെയാ പെരുമാറാൻ പോകുന്നത്. ദേവികയെ അത്രയ്ക്കും സ്നേഹിച്ചിരുന്ന ആളല്ലേ നന്ദൻ. ആ ദേവികയെ കുറിച്ച് ഒരറിവുമില്ല. പിന്നെ മീരയുടെ മരണം. വാർത്താ ചാനലെല്ലാം കൂടി ദേവികയെ കാണുന്നില്ല എന്നുള്ള ന്യൂസ് നന്നായിട്ട് പൊലിപ്പിക്കുന്നുണ്ട്. എന്താ നടക്കണതെന്നും ഇതിന്റെ പിന്നിൽ ആരൊക്കെയാണെന്നും ഒരു പിടിയും കിട്ടുന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, അവിടെ കൂടിയ മറ്റാർക്കും അറിയാൻ പറ്റാത്ത ഒരുപാട് നാടകങ്ങൾ അവിടെ നടന്നു. ദേവികയെ കണ്ടെത്താതെ ഇതിനൊന്നും ഉത്തരം കിട്ടുകയില്ല. മുരളി, ഇന്നലെ നീയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നെന്നാ എനിക്ക് തോന്നണത്.
എന്തൊരു ചന്തമടി പെണ്ണെ നിനക്ക്. നിനക്ക് ഈ വേഷം നന്നായി ചേരുന്നുണ്ട്. നിങ്ങൾ എന്തിനിങ്ങനെ നോക്കുന്നേ? ഇറങ്ങിപ്പോ. കൂട്ടിൽ കിടക്കുന്ന മൃഗം പുറത്തു നിൽക്കുന്നവരോട് ആജ്ഞാപിക്കാൻ പാടില്ല, അനുസരിക്കാനേ പാടുള്ളൂ. കുറച്ചു കാലം മുമ്പേ ഞാൻ തോട്ടക്കാട്ടുകരയിൽ താമസിക്കുന്ന കാലത്ത് അവിടെ ഒരുത്തി ഉണ്ടായിരുന്നു, വിമല. ടാറുപണിക്ക് പോകുന്ന പെണ്ണ. കത്തിക്കുന്ന ചൂടിലല്ല അവളെ കണ്ട ടാറ് തന്നെ ഉരുകിപ്പോവും. കറുത്ത് കത്തിക്കിടക്കുന്ന ടാറിനടുത്ത് വെളുവിളാന്ന് അവൾ നിൽക്കുന്നൊരു നിൽപ്പുണ്ട്. എൻ്റെ അമ്മോ! അന്നേരത്ത് അവളുടെ മൂക്കിന്റെ തുമ്പത്ത് ഒരു വിയർപ്പ് തുള്ളി ഇങ്ങനെ തൂങ്ങിക്കിടക്കും. ദേ, ഇപ്പൊ നിന്റെ മൂക്കിൻ തുമ്പത്തുള്ളതുപോലെ. നിന്റെ ഈ ലുക്ക് വിമലയെ പോലെയല്ല, അതുക്കും മേലെ. നീ അവളെ വെട്ടു. കീരിക്കങ്ങ് പിടിച്ചു, വല്ലാതങ്ങ് പിടിച്ചു. ഒന്ന് ഇറങ്ങി പോടോ. അവസരം വരട്ടെ. ആശ്വാസവാക്കുകൾക്കോ ഉപദേശങ്ങൾക്കോ ഒന്നിനും ഇപ്പോൾ പ്രസക്തിയില്ല. അനുഭവിക്കുന്നവരുടെ വേദന അവർക്കേ അറിയൂ. എങ്കിലും പറയുക, സാർ എത്രയും പെട്ടെന്ന് കർമ്മമേഖലയിലേക്ക് തിരിച്ചു വരണം. മേരിയും അതാവും ആഗ്രഹിക്കുന്നത്. എല്ലാം വിട്ടുകൊടുത്തിട്ടും മേരിക്ക് ജീവിക്കാൻ പറ്റിയില്ലല്ലോ. അല്ല, സാറിൻ്റെ ഏക മകൾ. എന്തും സാധിക്കാവുന്ന സാഹചര്യം. പക്ഷെ അത് അനുഭവിക്കാൻ പറ്റിയില്ല. ഇന്നലെ ഞാൻ ചിരിച്ചുകൊണ്ടാണ് അവതരണം തുടങ്ങിയത്. ഇന്ന് അതേ സമയത്ത് എല്ലാവരും കരഞ്ഞു തളർന്നാണ് ഇരിക്കുന്നത്. പ്രധാനപ്പെട്ട ആൾ എങ്ങോട്ടോ പോയി മറഞ്ഞു. മനസ്സ് നിറയെ കണ്ണീരുമായിട്ടാണ് ഞാൻ പോകുന്നത്. സർ, കൊലപാതകി എത്രയും പെട്ടെന്ന് വിളിച്ചത് കൊണ്ടുവരണം. പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോ ഞാൻ ഇതിലൊന്ന് പിടിക്കും. അപ്പൊ ഒരു ബലം കിട്ടുമായിരുന്നു. നന്ദന്റെ ഭാര്യയാണ് ഞാൻ, തളർന്നു പോകരുതെന്ന് എന്റെ മനസ്സിലിരുന്ന് ആരോ പറയും.
നിനക്കിത് പൊട്ടിക്കാൻ സാധിക്കുമെങ്കിൽ നീ പറയുന്നതൊക്കെ ഞാൻ അംഗീകരിച്ചു തരാം. പൊട്ടിച്ചു കളാ. പറ്റില്ല മോളെ, നിനക്കിത് പൊട്ടിക്കാൻ പറ്റില്ല. പ്രഭ, താനൊന്ന് ഫ്രഷ് ആയിട്ട് കിടക്ക്. ആകെ ക്ഷീണിച്ചിരിക്കുക. കിടക്കാം, പക്ഷെ എനിക്ക് ഉറങ്ങാൻ പറ്റൂ. കണ്ണിന്റെ മുൻപിൽ എന്റെ മീര വന്ന് നിൽക്കുക. ഇന്നല്ല, എനിക്കിനി അങ്ങോട്ട് ഉറക്കമില്ല. അല്ലെങ്കിൽ അവരെ കണ്ടെത്തണം, ആ ദേവികയും മാധവനെ. അവരെ കണ്ടുപിടിച്ച് എന്റെ പ്രതികാരവും കഴിഞ്ഞ പിന്നെ ഞാൻ ഉറങ്ങും. പറഞ്ഞ കാര്യം തന്നെ ഇങ്ങനെ ആവർത്തിച്ചോണ്ടിരിക്കാതെ പ്രഭ. കുറ്റവാളികളെ കണ്ടുപിടിക്കേണ്ടത് പോലീസാണ്. സിദ്ധു, സിദ്ധു സത്യം പറ, അവരെ എവിടെയാ ഒളിപ്പിച്ചിരിക്കുന്നേ? ആരെ ഒളിപ്പിച്ചെന്ന്? മീരെ കൊന്നവരെ, ആ ദേവികയും മാധവനെയും. അവരെ എവിടെയാ ഒളിപ്പിച്ചിരിക്കുന്നതാ ചോദിക്കുന്നേ. അവരെവിടെയാ ഒളിച്ചിരിക്കുന്നതെന്ന് സിദ്ധുവിനും നന്ദനും അറിയാം. അവരെവിടെയെന്ന് എനിക്കറിയില്ല. എനിക്കറിയില്ല. എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചു. രാവിലെ ഒരു പ്രസ് മീറ്റ് വിളിക്കും. ഈ കൊലപാതകം ചെയ്തത് ദേവികയും അവളുടെ അച്ഛൻ മാധവനും ചേർന്നാണെന്ന് ഈ പൊതുസമൂഹത്തോട് വിളിച്ചു പറയും. പ്രഭ, തീരുമാനിച്ചു കഴിഞ്ഞു സിദ്ധു. ഇനി അത് മാറ്റമില്ല. പ്രഭ, അബദ്ധം കാണിക്കരുത്. എന്നെ തടയണ്ട. രാവിലെ തന്നെ മാധ്യമ സംഘം ഈ വീട്ടിലെത്തും. ഞാനിത് ഇവിടെ ഒറ്റയ്ക്കിരുന്നപ്പോ ചിന്തിച്ചുറപ്പിച്ചതാ. നാളെ ഈ വാർത്ത ലോകം മുഴുവനും അറിയും. ഉറപ്പായും തീരുമാനിച്ചോ? പറഞ്ഞില്ലേ സിദ്ധു, അതിലും മാറ്റമില്ല. താൻ പൂർണ്ണമായും തീരുമാനിച്ച സ്ഥിതിക്ക് പ്രസ് മീറ്റിൽ കൃത്യതയ്ക്ക് വേണ്ടി ഞാനൊരു വിവരം പറയാം. എന്ത്? കൊലപാതകം നടത്തിയ ആളിന്റെ പേരും വിവരവും. സിദ്ധുവിനൊപ്പം മീരയുടെ കൊലപാതകയെ കൃത്യമായിട്ട് അറിയാം. അറിയാം. ദേവിക അല്ലെന്നാണോ? അല്ല. ആളിന്റെ പേരും വീടും ബാക്കി വിവരങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയാം. തനിക്ക് അയാളെക്കുറിച്ച് മാത്രമല്ല, അയാളെ വീട്ടുകാരെ കുറിച്ചും അറിയാം. ആരാ ആരാ മീരെ കൊന്നത്? ആരാ? കൊന്ന ആളിന്റെ പേര് നന്ദൻ. അച്ഛന്റെ പേര് സിദ്ധാർത്ഥൻ. അമ്മ പ്രഭാവതി. വീട്ടുപേര് ചന്ദ്രോത്ത്. അതെ, നന്ദന മീരെ കൊന്നത്. ഒരു കൈപ്പിഴ. അറിയാലോ പ്രഭേ, ആരെയൊന്നും തല്ലുക പോലും ചെയ്യാത്ത നന്ദന് സംഭവിച്ചൊരു പിഴവ്. അതിന് കൊടുക്കേണ്ടി വന്ന വില വളരെ വലുതായിപ്പോയി.
ഇന്നലെ ടെറസിൽ മീരയും നന്ദനും തമ്മിൽ ഒരു തർക്കത്തിൽ തുടങ്ങിയതാ. അതിന്റെ അവസാനം അവനെ തടഞ്ഞ മീരയെ അവൻ തള്ളി മാറ്റി. ടെറസിൽ തലയടിച്ചാ വീണത്. മരണം സംഭവിച്ചു. സത്യത്തിൽ നമ്മളൊരു അഗ്നിപർവ്വതത്തിന്റെ മുകളിലായിരിക്കുന്നത്. ഏത് സമയത്തും പൊട്ടിത്തെറിച്ചേക്കാവുന്ന ഒരു അഗ്നിപർവ്വതം. പ്രഭ, എടോ, ഇതറിഞ്ഞ നിമിഷം മുതൽ ഒറ്റയ്ക്ക് തലേ ചുമക്കായിരുന്നു ഈ സത്യം. നന്ദനൊക്കെ ഷോക്ക്ഡാണ്. ഡിപ്രഷനിലേക്കോ മറ്റോ പോയേക്കാം. കുറെ കാര്യങ്ങൾ കൂടി വ്യക്തത വരാനുണ്ട്. എല്ലാം അറിഞ്ഞിട്ട് തന്നോട് പറയാനിരിക്കുമായിരുന്നു ഞാൻ. പ്രഭ, നമുക്ക് വേണ്ട, എന്നോടിപ്പൊന്നും സംസാരിക്കണ്ട. പ്രഭ, ഞാനൊന്ന് പറയട്ടെ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? നന്ദ, തർക്കത്തിനും ബഹളത്തിനും ഒന്നുമല്ല ഞാനിപ്പോ വന്നത്. എനിക്കൊരു കാര്യം അറിയണം. എന്താമേ? നീ എന്നോട് സത്യസന്ധമായിട്ട് പറയണം. എന്താ? ഞാനൊരു പുകമറയ്ക്കപ്പുറം നിൽക്കുക. എനിക്ക് സത്യം അറിയണം. മീരയുടെ മരണത്തിന് പിറകിൽ ദേവികയും മാധവനുമാണെന്ന് പറഞ്ഞിട്ട് നീയും സിദ്ധു അത് സമ്മതിക്കുന്നില്ല. അല്ല, അവരല്ല. ശരി, സമ്മതിച്ചു. അവരല്ലെങ്കിൽ പിന്നെ മീരയുടെ ജീവനെടുത്തതാരാ? പറഞ്ഞോ, ആരാ അത് ചെയ്തത്? പറഞ്ഞെന്താ? ആരാ മീരെ? അത് നീയാണോ? നീയാണോ മീര മോളെ? പേടിക്കണ്ട, നിന്റെ അച്ഛൻ തന്നെയാ പറഞ്ഞത്. മീരയുടെ മരണത്തിന് പിന്നിൽ നീയാണെന്ന്. അതെ, ഞാനാ. അറിയാതെ സംഭവിച്ചു പോയതാ അമ്മ. ഞാൻ മനഃപൂർവ്വം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അവള് ദേവി ഭീഷണിപ്പെടുത്തി. അതറിയാൻ ഞാൻ മീരെ കാണാൻ പോയതാ. ഞാൻ ദേവികയുടെ കാര്യങ്ങൾ സംസാരിച്ചു. നമ്മുടെ ജീവിതത്തിൽ ഒരു തടസ്സമായി നിൽക്കാതെ മാറിത്തരണമെന്നും താനെ മാറിത്തന്നില്ലെങ്കിൽ
ഏത് തടസ്സമായാലും തട്ടി മാറ്റേണ്ടി വരുമെന്ന് തന്നെ ഞാൻ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. മീര, ഞാൻ പറയുന്നത് ശാന്തമായി ഒന്ന് കേൾക്കണം. നന്ദൻ പറയാൻ പോകുന്നതൊക്കെ ദേവിക നേരത്തെ എന്നോട് പറഞ്ഞു കഴിഞ്ഞു. ഇനിയും പറഞ്ഞും കേട്ടും കളയാൻ സമയമില്ല. ദേവിക, ആ വൃത്തിയിട്ടവളെ ഈ രാത്രി തന്നെ തീർക്കൂടാ. പെട്രോൾ വെച്ച് കത്തിക്കും. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.